ആരാണ് ജയിലിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചത്? പൗലോസും സീലാസും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജയിലിൽ കിടന്നുള്ള സ്തുതിപ്പ് അത് വളരെ തീഷ്ണതയേറിയ സ്തുതിപ്പാണ് കേട്ടോ. അത് വളരെ വേദനയോടെയുള്ളൊരു പ്രാർത്ഥനയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ വിയ്യൂർ ജയിലിലായിരുന്നു ധ്യാനം. ജയിലിലായിരുന്നു വിചാരിച്ചപ്പോൾ തുറച്ചു നോക്കാമല്ലേ. ജയിലിലായിരുന്നു ധ്യാനം. ഞാൻ അവിടെ കണ്ടു ആ പാവങ്ങളുടെ പ്രാർത്ഥന. പ്രിയമക്കളെ, എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വാതിലുകളും കൊട്ടി അടയ്ക്കപ്പെട്ടു. ഇനി രക്ഷയില്ല. ജാമ്യം കിട്ടാതെ കിടപ്പുണ്ട് കുറേ പേര്. കഞ്ചാവ് വിറ്റതിനും മറ്റ് സ്ത്രീപീഡനത്തിനും പല പല കേസുകളിലായിട്ട് ഒത്തിരി പേര് കിടപ്പുണ്ട്. ഞാൻ കണ്ടു അവരെ പ്രാർത്ഥന. തീഷ്ണതയോടെ കണ്ണടച്ചിങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കും അവർ. പൗലോസും സീലാസും ചെയ്യാത്ത തെറ്റിനാണ് അവരെ ജയിലിൽ പിടിച്ചിട്ട്. അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? യേശുവിനെ സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. ഈ ഒരൊറ്റ കാരണം. ഇന്നും യേശുവിനെ ആരാധിക്കുന്നവരോട് ചിലർക്ക് ചില പ്രത്യേക ശത്രുതയാണ്. ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ക്ലാസ്സിൽ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിനെ ആരാധിക്കുന്നവർക്ക്, യേശുവിനെ മഹത്വപ്പെടുത്തുന്നവർക്ക് ചില വ്യക്തികൾക്ക് അവരോട് പ്രത്യേക ശത്രുതയാണ്. ഒരു തെറ്റും ചെയ്തിട്ടല്ല. ഇപ്പം മധ്യപ്രദേശിൽ റാണി മരിയ എന്ന സിസ്റ്ററിനെ എന്ത് കാരണത്തിനാണ് കൊന്നത്? നന്മ ചെയ്തതിൻ്റെ പേരിൽ, യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നതിൻ്റെ പേരിൽ, അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് അവരോട് ബോധവാന്മാരാക്കി, അവരോട് സ്വയം തൊഴിൽ കണ്ടെത്താൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച കൂലിയല്ല നിങ്ങൾക്ക് കിട്ടുന്ന നിസ്സാര കൂലി. ജന്മിമാർ പറ്റിക്കുക അവരെ. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ബോധം കൊടുത്തു, നല്ലൊരു ദൈവിക ജ്ഞാനം കൊടുത്തു, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, യേശുവിനെ പോലെ സഹായിച്ചു, യേശുവിന് വേണ്ടി ജീവിച്ചു. ആ പാവം കന്യാസ്ത്രീ അതിനെ കൊന്നുകളഞ്ഞില്ലേ? 51 കുത്തുകുത്തി എന്നാണ് പറഞ്ഞ്. ഞാൻ മധ്യപ്രദേശ് ധ്യാനിപ്പിക്കാൻ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സണ്ണി ബദർ, യേ റാണി മരിയ നാം കാ സിസ്റ്റർ ആപ്കി ഗാവ് കി ഹൈ ക്യാ? സണ്ണി ബദറിൻ്റെ നാട്ടിലുള്ളതാണോ ഈ റാണി മരിയ എന്ന പേരുള്ള സിസ്റ്റർ? സണ്ണി ബദറിൻ്റെ നാട്ടിലുള്ളതാണോ? ഞാൻ പറഞ്ഞു അതെ, എൻ്റെ കേരളത്തിലുള്ളത് അടുത്ത ജില്ല. അപ്പോൾ ഒരാൾ പറയുക, റാണി മരിയ നാം കാ എക് സിസ്റ്റർ കോ ഹമാരെ പടോസ് മേ എക് ആദ്മീനെ 51 ബാർ ചാക്കോ മാറ. പെട്ടെന്നുണ്ടായ ഒരു വികാരാവശ്യത്താൽ, ദേഷ്യത്താൽ കൊന്നതല്ല ദൈവമക്കളെ, പ്ലാൻ ചെയ്തിട്ടുള്ള കൊലയാ. യേശുവിൻ്റെ നാമം വഹിക്കുന്നവരോട് ചിലർക്ക് പ്രത്യേക വൈരാഗ്യ. യേശുവിന് വേണ്ടി ജീവിക്കുന്നവരോട് പ്രത്യേക ഒരു വൈരാഗ്യ ചിലർക്ക്. ആ പൗലോസും സീലാസും എന്ത് തെറ്റിയിട്ടാ ദൈവമക്കളെ? അവർ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആ 3 യുവാക്കളെ തീച്ചുളയിലിട്ടത് എന്ത് തെറ്റിയിട്ടാ? അവർ സത്യദൈവത്തെ, യേശുവിനെ ആരാധിച്ചു. വേറെ വല്ല തെറ്റും ചെയ്തോ അവർ? ഇല്ലാതെ. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ശത്രുതകൾ ഉണ്ടാകും കേട്ടോ. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ശത്രുക്കൾ ഉണ്ടാകും, സഭയിൽ നിന്ന് തന്നെ ശത്രുക്കൾ ഉണ്ടാകും, നമ്മുടെ ഇടവകയിൽ നിന്ന് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും. ഈ ദൈവത്തെ പ്രസംഗിക്കുന്നവർ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നവരെ കാണുമ്പോൾ ചിലർക്ക് പുച്ഛ. അവൻ്റെ ഒരു ദൈവം, അവളുടെ ഒരു കർത്താവ്. ഇത്ര നാൾ അവൾ കർത്താവിനെ വിളിച്ചിട്ട് എന്താ കിട്ടിയ അവൾക്ക് ഇത്ര നാൾ? ഞങ്ങൾ ദൈവമില്ല, ഞങ്ങൾക്ക് പള്ളിയില്ല, പട്ടക്കാരനുമില്ല, എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമനിമിത്തം നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെയായിരിക്കും അവൻ്റെ ശത്രു. എന്ന് വെച്ചാൽ ആ ഇടവകയിൽ നിന്ന്, സഭയിൽ നിന്ന് തന്നെ ഇന്ന് സഭ മുറിവേൽക്കുക. സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് TV ചാനലിൽ സഭയ്ക്കെതിരായിട്ട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? സഭയിൽ നിന്നുകൊണ്ട് തന്നെ സഭയ്ക്കെതിരായിട്ട് വീമ്പിളക്കുന്ന, സഭയ്ക്കെതിരെ പൊങ്കാലയിടുന്ന, സഭയ്ക്കെതിരെ വാതോരാതെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം ഇന്നുണ്ടെന്നേ TV ചാനലിലൊക്കെ കാണാം. അതാ പറഞ്ഞേ, ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെയായിരിക്കും അവൻ്റെ ശത്രു. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ശത്രുത ഉണ്ടാവും പ്രിയമക്കളെ, നമ്മൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ. ഈ പൗലോസും സീലാസും തടവറയിൽ കിടന്നപ്പോൾ അവർ യേശുവിനെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി.
അർദ്ധരാത്രിയോടടുത്ത് അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 16-ാമത്തെ അധ്യായം 25 മുതലുള്ള തിരുവചനം, അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി പാട്ട് പാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ എന്താ സംഭവിച്ച കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. ദൈവസ്തുതിപ്പിൽ ചില ബന്ധനങ്ങൾ പൊട്ടിപ്പോകും പ്രിയമക്കളെ. യേശുവിൻ്റെ നാമം നമ്മൾ ഏറ്റുപറയുമ്പോൾ ചില അടിത്തറകൾ കുലുങ്ങും, പാരമ്പര്യമായ ചില കെട്ടുകളഴിയും, ഒരു സംശയമില്ല. ആ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പം. അടുത്ത വചനം എന്താ വായിച്ച്? എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. കണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന ചില വാതിലുകൾ യേശുവിൻ്റെ നാമം സ്തുതിക്കുമ്പോൾ തുറക്കും പ്രിയമക്കളെ. വിശ്വാസമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇനി രക്ഷയില്ല, എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുക, ഇനി ആരിൽ ആശ്രയിച്ചിട്ടും രക്ഷയില്ല, ഇനി എന്തിൽ ശരണം വെച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേദനിച്ചു കൊണ്ടിരിക്കുന്ന ആ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ, ആ അടഞ്ഞു കിടക്കുന്ന ചില വഴികൾ നമ്മൾ യേശുവിൻ്റെ നാമം പറഞ്ഞ് സ്തുതിക്കുമ്പോൾ അതെല്ലാം തുറക്കും ദൈവമക്കളെ, ഒരു സംശയമില്ല. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാ വാതിലും. ഇനി ഒരു വഴിയില്ല ദൈവമേ, ഇനി മുന്നോട്ട് എങ്ങനെ പോകും, എങ്ങനെ നീങ്ങും? ഇതാ ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുക ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തിൻ്റെ പിന്നിൽ ആരാ വരുന്നത്? ഫറവോയുടെ സൈന്യം. ഉടനെ ഇസ്രായേൽ ജനം മോശയോട് പിറുപിറുത്തു, മോശേ, ഞങ്ങളെ ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കി കൊല്ലാനാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നേ? ഇതിനേക്കാൾ നല്ലത് ഫറവോൻ്റെ അടിമത്തമാണ്. ഇതിനേക്കാൾ നല്ലത് അവിടെ ഗുലാമിയായിട്ട് ജോലി ചെയ്യാൻ, അടിമയായിട്ട്. ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് കൊല്ലാനാണോ? പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ സൈന്യം വരിക. അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറക്കുന്നവനാണ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുന്നവനാ ദൈവം. നീ ആ ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കണം അനവരതം. ആ ദൈവത്തിൽ ആശ്രയിക്കണം. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. പിന്നെ എല്ലാ ചങ്ങലകളും, ചില പാരമ്പര്യമായിട്ട് ചില നമ്മുടെ പൂർവികരാൽ കെട്ടപ്പെട്ട ചില ചങ്ങലകളില്ലേ, ചില അന്യദൈവ ആരാധനയും, ചില പൊട്ടക്കിണർ കുഴിക്കലും, ചില തിന്മയുടെ സ്ഥലത്ത് പോകലും, ചില ബ്ലാക്ക് മാസും പിശാചിനെ ആരാധിക്കലും, അങ്ങനെ അന്യായമായ ചില ചങ്ങലകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പൂർവികരാൽ ബന്ധിക്കപ്പെട്ട കെട്ടപ്പെട്ട ചില ചങ്ങല ഉണ്ടെങ്കിൽ അതെപ്പോഴാണ് വിട്ടുമാറുന്നത്, പൊട്ടിപ്പോകുന്നത്? ദൈവത്തെ സ്തുതിക്കുമ്പോൾ. ദൈവസ്തുതിപ്പിന് വലിയ കഴിവുണ്ട് മക്കളെ. എല്ലാ ചങ്ങലകളും അഴിഞ്ഞു. പിന്നെ അതിനിടയ്ക്ക് ഒരു വാക്ക് വിട്ടുപോയി, എല്ലാ ചങ്ങലയും നല്ല. ഉണ്ടോ? തടവറയിൽ കിടന്ന് സ്തുതിച്ചത് ആരൊക്കെയാ? ചങ്ങല പൊട്ടിയത് ആരുടെയൊക്കെയാ? എല്ലാവരുടെയും. നിങ്ങളാ വചനം പ്രത്യേകം വായിക്കണം. ജയിലിൽ കിടന്ന് സ്തുതിച്ചത് പൗലോസും സീലാസും മാത്രം. ചങ്ങല പൊട്ടിയത് ആരുടെയാ? എല്ലാവരുടെയും. എങ്കിൽ ദൈവജനമേ, യേശുവിൽ വിശ്വസിച്ച് ഞാനും നിങ്ങളും നമ്മുടെ ഭവനത്തിലിരുന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ മാത്രമാണോ ചങ്ങല പൊട്ടുക? ആരുടെയാ പൊട്ടുക? ആരുടെയാ പൊട്ടുക? എല്ലാവരുടെയും ചങ്ങല പൊട്ടും. എല്ലാവരുടെയും ചങ്ങല പൊട്ടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ, നീ കർത്താവായ യേശുവിൽ വിശ്വസിച്ചോ, നീയും നിന്റെ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുക. ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയുണ്ടോ? ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിയുണ്ടോ? ആ വ്യക്തിയെ പ്രതി ആ കുടുംബം മുഴുവൻ ചങ്ങലകൾ പൊട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ടാകും. നമ്മൾ ഈ ഒരു പാട്ട് പാടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോവാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന്. ഏത് ചങ്ങലയാണോ നമുക്കെതിരെ കെട്ടപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഓർത്ത്. നിങ്ങൾ എന്താണോ തടസ്സം ഒന്നോർക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിൻ്റെയാണോ തടസ്സം നേരിടുന്നത്? ഏതാണ് കെട്ടപ്പെട്ട അവസ്ഥ? ഏതാണ് വാതിലടഞ്ഞൊരവസ്ഥയുള്ളത്? ഒന്നോർത്ത്. സാമ്പത്തിക മേഖലയിലാണോ? മക്കൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയാണോ? വിവാഹം തടസ്സപ്പെട്ട് കിടക്കുന്ന ആ ബന്ധനമാണോ? അല്ലെങ്കിൽ എത്ര സമ്പാദിച്ചാലും കുടുംബത്തെ ഒന്നും മിച്ചമില്ല, ഹഗായി പ്രവാചകൻ പറഞ്ഞ പോലെ കൂലി ലഭിക്കുന്നു, അത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം.
എന്നും തടസ്സങ്ങൾ, എന്നും ഭാര്യയും ഭർത്താവും വഴക്ക്, ഒരു കുത്തഴിഞ്ഞ ജീവിതം പോലെയാണ് വീട്ടിൽ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ തന്നെയില്ല, സംസാരമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാവരും ഒറ്റയാണ്. പുരമുകളിൽ തനിച്ചിരിക്കുന്ന ഏകാഗിയായ പക്ഷിയെപ്പോലെ ഇന്ന് പലരും ഒറ്റയാണ് പ്രിയമക്കളെ. അവരവരുടെ ലോകത്താ, അവരവരുടെ സങ്കടത്തിലാ, അവരവരുടെ ദുഃഖത്തിൽ മെനഞ്ഞുകൊണ്ട് നിൽക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ യേശുവിൻ്റെ നാമം സ്തുതിക്കുമ്പോൾ, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ, എല്ലാ മതസ്ഥർക്കും വേണ്ടി മരിച്ച ആ ദൈവത്തെ, ആ യേശു നാമത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ എല്ലാ പൊട്ടാറായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം പൊട്ടിപ്പോകും മക്കളെ. ആ ബന്ധനാവസ്ഥകളെല്ലാം മാറിപ്പോകും. വഴിയടഞ്ഞ ജീവിതങ്ങൾ ഇന്ന് അനേകമുണ്ട് ദൈവമക്കളെ. കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങൾ. എത്ര പ്രാർത്ഥിച്ചിട്ടും രക്ഷയില്ലല്ലോ. എന്തോരം ധ്യാനത്തിന് പോയിട്ടും ഇതുവരെ ഒരു വിടുതൽ കിട്ടിയിട്ടില്ലല്ലോ. നൊവേനയ്ക്ക് പോയി, വേളാങ്കണ്ണി പോയി, മലയാറ്റൂർ പോയി, നോമ്പ് നോറ്റു. കർത്താവെ, ഇന്നും ദുഃഖിക്കുന്ന ജീവിതങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിൽപ്പുണ്ടോ? ഇന്ന് രോഗിയുണ്ടോ വീട്ടിൽ? വിശ്വസിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പോകാൻ നമ്മൾ പാട്ട് പാടിക്കൊണ്ട് ദൈവത്തെ ഒന്ന് ആരാധിക്കാം നമുക്ക്. ജോബ് ഒരു ദിവസം ദൈവത്തെ സ്തുതിച്ചപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോബിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വന്നതുപോലെ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ സിംഹത്തിൻ്റെ വാ അടച്ച് ദാനിയേലിനെ രക്ഷിച്ച ദൈവം, ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം നമുക്ക്. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പിടിച്ച് നമ്മുടെ വീട്ടിലുള്ളവരെ മനസ്സിലോർത്ത് ദൈവത്തെ സ്തുതിക്ക്. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ കെട്ടുകൾ അഴിയട്ടെ. മക്കള് വിശുദ്ധരാകട്ടെ. മക്കൾക്ക് ദൈവഭക്തി നിറയട്ടെ. കർത്താവേ, കൃപ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്ക്. കൈകൾ അടിച്ച് കീർത്തനം പാടി സ്തുതിക്കട്ടെ ദൈവത്തെ. എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും യേശുവിനെ വാഴ്ത്തു. എല്ലാ നാളിലും നമ്മെ കാക്കും വല്ലഭനെ വാഴ്ത്തു. ശക്തിയോടെ എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും യേശുവിനെ വാഴ്ത്തു. എല്ലാ നാളിലും നമ്മെ കാക്കും വല്ലഭനെ വാഴ്ത്തു. കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കട്ടെ മക്കളെ. അടഞ്ഞ വഴികൾ തുറക്കട്ടെ. ഒരു പുതിയ വഴി ദൈവം കാണിച്ചു തരട്ടെ. ഇതാണ് വഴി, ഇതിലേ പോകുക. ദൈവമേ, പുത്തൻ വഴികൾ ഉണ്ടാകട്ടെ ജീവിതത്തിൽ. പുതിയൊരു സംരംഭം ആരംഭിക്കട്ടെ. ബിസിനസ്സിനെ അനുഗ്രഹിക്കണം. കടബാധ്യതകൾ ഏറ്റെടുക്കണം. തടസ്സങ്ങൾ നീക്കണം. കൃപ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകൾ താഴ്ത്തി. ഒരു നാളിൽ കഷ്ടതയൊന്ന് ദൈവത്തെ വാഴ്ത്തിയല്ലോ. ഒരു നാളിൽ കഷ്ടതയൊന്ന് ദൈവത്തെ വാഴ്ത്തിയല്ലോ. ദാനിയേലെന്ന് സിംഹക്കുഴിയിൽ കീർത്തനം പാടിയല്ലോ. ദാനിയേലെന്ന് സിംഹക്കുഴിയിൽ കീർത്തനം പാടിയല്ലോ. എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും യേശുവിനെ വാഴ്ത്തു. എല്ലാ നാളിലും നമ്മെ കാക്കും വല്ലഭനെ വാഴ്ത്തു. ഇരുഭാഗത്തേക്ക് കൈകളടിച്ച് എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും യേശുവിനെ വാഴ്ത്തു. എല്ലാ നാളിലും നമ്മെ കാക്കും വല്ലഭനെ വാഴ്ത്തു. ഓ പരിശുദ്ധാത്മാവേ, തടസ്സങ്ങൾ നീക്കണേ. ചങ്ങലകൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പെടുന്ന മക്കളെ നീ സ്പർശിക്കണേ. കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസും സീലാസും മടികളെറ്റ് സങ്കീർത്തനം ഉയർത്തി.
പൗലോസും ശീലാസും അടികളേറ്റ് സങ്കീർത്തനം ഉയർത്തി. യേശു കുരിശിൽ രക്തബലിയാൽ ദൈവത്തെ വാഴ്ത്തിയല്ലോ. യേശു കുരിശിൽ രക്തബലിയാൽ ദൈവത്തെ വാഴ്ത്തിയല്ലോ. കരമുയർത്തി എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും യേശുവിനെ വാഴ്ത്തൂ. എല്ലാ നാളിലും നമ്മെ കാക്കും വല്ലഭനെ വാഴ്ത്തൂ. എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും യേശുവിനെ വാഴ്ത്തൂ. എല്ലാ നാളിലും നമ്മെ കാക്കും വല്ലഭനെ വാഴ്ത്തൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പിക്കുക, കണ്ണടയ്ക്കുക. ഏത് കാര്യത്തെ ഓർത്താണോ മക്കളെ നമ്മുടെ മനസ്സിൽ വേദനയുള്ള ആ കാര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. സാരമില്ല, എനിക്ക് പരാതിയില്ല. നീ രോഗിയാണോ? നീ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണോ? ആരും അറിയാത്ത രഹസ്യ ദുഃഖമുണ്ടോ? നിന്റെ ജീവിത പങ്കാളി തളർന്ന് കിടപ്പാണോ? നിന്റെ മക്കൾ നിന്നെ അനുസരിക്കുന്നില്ലേ? മക്കളുടെ വഴികളിൽ എന്തോ തടസ്സമുണ്ടോ? വിവാഹം കഴിഞ്ഞില്ലേ? ജോലി ലഭിച്ചില്ലേ? എന്നും കണ്ണീരാണോ? എന്നും പ്രശ്നമാണോ വീട്ടിൽ? അതിനെ ഓർത്ത് നന്ദി പറയും. സാരമില്ല ദൈവമേ, അത്യവൃക്ഷം പൂക്കുന്നില്ല, മുന്തിരിച്ചെടിയിൽ ഫലങ്ങളില്ല, ആലയിൽ ആടുകൾ അറ്റുപോയി ദൈവമേ. എങ്കിലും എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയും. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും. അവിടെ നിന്നാണ് എനിക്ക് ജീവൻ തന്നത്. ഇന്ന് ഞാൻ ജീവനോടെ നിൻ്റെ മുമ്പിൽ ഉണ്ടല്ലോ നാഥ, നന്ദി. പ്രിയ മക്കളെ, ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് കണ്ണുനീരോട് അനുദപിക്കാതിരിക്കാൻ പറ്റും? ഒരു യോഗ്യതയുമില്ലാഞ്ഞിട്ടും എന്നെ വഴി നടത്തുന്ന എൻ്റെ കർത്താവ്, ഒരു യോഗ്യതയുമില്ലാഞ്ഞിട്ടും എന്നെ തീറ്റിപ്പോറ്റുന്ന എൻ്റെ ഒരു ദൈവം നടക്കാൻ എനിക്ക് കഴിവ് തന്നു. ദൈവമേ, ചിന്തിക്കാൻ എനിക്ക് ജ്ഞാനം തന്നു, എനിക്ക് വിശ്വാസം തന്നു. നന്ദി ദൈവമേ. പരിശുദ്ധ അമ്മേ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ എൻ്റെ കുടുംബത്തിലേക്ക് വരണം. അമ്മ എന്നെ സഹായിക്കണം. അമ്മയുടെ അങ്കിയുടെ കീഴിൽ എനിക്ക് അഭയം തരണം. എൻ്റെ അഭിഭാഷകയായിരിക്കണം പരിശുദ്ധ അമ്മ. അങ്ങേ ചിറകിൻ കീഴിൽ എന്നെ കാത്ത് പരിപാലിക്കണം അമ്മേ. ദുഷ്ടൻ എന്നെ തൊടാതിരിക്കട്ടെ, തിന്മ എന്നെ സ്പർശിക്കാതിരിക്കട്ടെ അമ്മേ. ഞാൻ വീണു പോകും അമ്മേ. അമ്മ എന്നെ താങ്ങണം. എനിക്ക് വലിയ പശ്ചാത്താപം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അങ്കിയുടെ കീഴിൽ എനിക്ക് അഭയം തരണേ, എന്നെ പൊതിയണമേ. നിന്റെ സ്നേഹമേലങ്കിയാ അമ്മേ, അമ്മേ എന്നെ പുതപ്പിക്കണേ. കൈകൂപ്പി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയോട്. സ്നേഹമേലങ്കിയാ എന്നെ പുതപ്പിക്കമ്മേ. അമ്മേ എന്നെ പുതപ്പിക്കണേ. നിന്റെ പുത്രന്റെ രക്തം കൊണ്ട് എന്നെ കഴുകമ്മേ. നിൻ സുതന്റെ രക്തക്കടലിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ
അമ്മേ എന്നെ കുളിപ്പിക്കണേ. കൈകള് പരിശുദ്ധ അമ്മയുടെ നേരെ നീട്ടിപ്പിടിച്ച് കണ്ണ് തുറന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കണേ. എന്നെ പുതപ്പിക്കണേ. പുതപ്പിക്കണം അമ്മ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. ക്രൂശിമാറി ഞാൻ ഉറങ്ങട്ടെ. ഒന്ന് കരഞ്ഞ് പറയ. ക്രൂശിമാറി ഞാൻ ഉറങ്ങട്ടെ. ഒന്ന് കണ്ണീരോടെ പറയും, ഞാൻ വീണു പോകാം അമ്മ. ക്രൂശിമാറി ഞാൻ ഉറങ്ങട്ടെ. ക്രൂശിമാറി ഞാൻ ഉറങ്ങട്ടെ. കൈകൾ കൂപ്പി കണ്ണടച്ച് ശിരസ് നമിച്ച് നിന്റെ സ്നേഹമേലങ്കിയ എന്നെ പുതപ്പിക്കമ്മ. അമ്മേ എന്നെ പുതപ്പിക്ക. ദുഷ്ടൻ എന്നെ തൊടില്ല, പിശാച് എന്നെ കാണില്ല അമ്മ. സുതന്റെ രക്തക്കൂളത്തിൽ എന്റെ കുടുംബത്തെയും കഴുകമ്മ. അമ്മേ എന്നെ കുളിപ്പിക്കണേ. തിരിച്ചോര കൊണ്ട് എന്നെ കുളിപ്പിക്കമ്മ. അമ്മേ എന്നെ കുളിപ്പിക്കണേ. നിന്റെ മകന്റെ രക്തം കൊണ്ട് എന്നെ കുളിപ്പിക്കമ്മ. സുതന്റെ രക്തക്കൂളത്തിൽ എന്നെ കുളിപ്പിക്കമ്മ. അമ്മേ എന്നെ കുളിപ്പിക്ക. മക്കളെ, നിങ്ങളുടെ സങ്കടങ്ങൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞപ്പോ നിന്റെ മുട്ടുവേദന മാറുന്നുണ്ട്. ഇപ്പോ നീ ഇന്ന് സുഖമായിട്ട് ഉറങ്ങണം. കരഞ്ഞു അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു അമ്മയോട്, അമ്മ അമ്മ, ഈശോയുടെ അമ്മ, അമ്മ, എന്റെ അമ്മ, ഈശോയുടെ അമ്മ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ മക്കൾ അമ്മയുടെ മുമ്പിൽ കരയുന്ന പോലെ കരഞ്ഞ് പറയും മക്കളെ. അമ്മേ എന്റെ അമ്മേ, സങ്കടം മാറ്റമ്മ. എനിക്ക് ഈശോ തന്ന ഒറ്റപ്പെട്ട വേദന മാറ്റമ്മ ഈ മക്കളുടെ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ. അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. എനിക്ക് ഈശോ തന്നൊരമ്മേ. പാടിക്ക. എനിക്ക് ഈശോ തന്നൊരമ്മേ. ആ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് പാടിക്ക. എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേനെ കെട്ടിപ്പിടിച്ച് പാടിക്ക മനസ്സുകൊണ്ട്. എനിക്ക് ഈശോ തന്നൊരമ്മേ. സന്തോഷത്തോടെ പാടിക്ക. എനിക്ക് ഈശോ തന്നൊരമ്മേ. ഈശോ തന്നതാട്ടാ അമ്മേനെ. ഈശോ തന്നതാ. കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്ന ദൈവപുത്രൻ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഇതാ നിന്റെ അമ്മ. അമ്മേനെ ആർക്കും വിട്ടുകൊടുക്കരുത് കേട്ടോ. ആരുടെ വാക്ക് കേട്ടിട്ടും അമ്മേനെ തള്ളിക്കളയരുത്. കണ്ണി കണ്ടവരൊക്കെ പലതും പറയൂട്ടോ. യേശു കുരിശിൽ കിടന്ന് മോളെ ഞാനത് ഓഫ് ചെയ്തതാണ്. യേശു കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കാനായിട്ട് നിൽക്കുക. അവസാനിച്ചു ജീവിതം. യഹൂദ പടയാളികൾ, നമ്മെപ്പോലുള്ളവർ, നാമാകുന്ന ആ പടയാളികൾ യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ല, ശപിക്കപ്പെട്ട മരണം കൊടുത്തു. മക്കളെ, എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്ത് തെറ്റ് ചെയ്തിട്ടാ പാവത്തിനെ കൊന്നുകളഞ്ഞ്? അവിടുന്ന് ഒരതിക്രമവും ചെയ്തില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ? തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുക കർത്താവ്. രക്തമെല്ലാം പോയി, ഇനിയൊന്നുമില്ല. അവസാനം ശരീരത്തിൽ ഒരു തുള്ളി വെള്ളവും ഒരു തുള്ളി രക്തവും, ഒരു തുള്ളി രക്തവും ഒരു തുള്ളി വെള്ളവും അവശേഷിപ്പിച്ച കർത്താവ് ഒരു പടയാളിക്ക്, ഒറ്റക്കണ്ണനായ ലുങ്കീനോസ് എന്ന പടയാളിക്ക് ആ ബാക്കി വച്ച ഒരു തുള്ളി രക്തവും ഒരു തുള്ളി വെള്ളവും കൊണ്ട് ആ കണ്ണിന് സൗഖ്യം കൊടുത്ത് എല്ലാം സമാധാനമായിട്ട് അസ്തമിച്ച് മരിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് നിമിഷങ്ങൾ ബാക്കി. ആ സമയത്താണ് ഇതാ കുരിശിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ട് തൻ്റെ അമ്മ, തന്നെ പ്രസവിച്ചവൾ. 9 മാസം 9 ദിവസം ഉദരത്തിൽ കൊണ്ടു നടന്ന് വേദനയോടെ പ്രസവിച്ച് നെഞ്ചിലെ മുലപ്പാൽ കൊണ്ട് മുലപ്പാൽ ഊട്ടി വളർത്തിയ തൻ്റെ പൊന്നമ്മ നിൽപ്പുണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിസ്സഹായിയായിട്ട്, ഒന്നും ചെയ്യാൻ പറ്റാതെ. അന്നൊരിക്കൽ ശിമയോൻ പ്രവചിച്ചില്ലേ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറുമെന്ന്. ആ പ്രവചനവും ഉള്ളിൽ പേറിക്കൊണ്ട് വേദനിച്ച് നിൽക്കുന്ന അമ്മ കുരിശിൻ ചുവട്ടിൽ ഇതാ ശിഷ്യരും മറ്റു ആളുകളൊക്കെ നിൽപ്പുണ്ട്. ഇനി എൻ്റെ മക്കൾക്ക് ഞാൻ എന്താ കൊടുക്കുക?
ഈ ലോകം വിട്ട് പോവാ പിതാവിൻ്റെ പക്കലേക്ക്. അമ്മ നിപ്പുണ്ട്. ആ അമ്മയെപ്പോലും നമുക്കായിട്ട് ഏൽപ്പിച്ചു തന്ന പുത്രൻ. ഇതാ നിൻ്റെ അമ്മ. ഈശോ തന്നൊരമ്മ. ആര് പറഞ്ഞാലും അമ്മേനെ ഉപേക്ഷിക്കരുത് കേട്ടോ. കണ്ണി കണ്ട ഒരു വാക്ക് കേട്ട് തലയ്ക്കകത്ത് കണ്ണി കണ്ട ആവശ്യമില്ലാത്ത ചിന്തയും കയറി, ഭക്തിയുടെ പാരവശ്യം കയറി, വചനം ദുർവ്യാഖ്യാനം ചെയ്ത് പലരും വരും നിൻ്റെ വീട്ടിലേക്ക്. മാതാവില്ലാത്തൊരു ഗ്രൂപ്പ് നമുക്ക് വേണ്ട കേട്ടോ മക്കളെ. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെല്ലാവരും യോഗ്യരാകുവാൻ. ആ വരികളൊന്ന് ഉരുവിട്ട്, അമ്മേ എൻ്റെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പഠിക്ക. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. 28 വർഷമായിട്ട് ഞങ്ങളുടെ ടീമിലെ പാട്ടുകാരനായ ചാൾസ് ബ്രദർ, 28 കൊല്ലമായിട്ട് ആൻ്റണി ചിറ്റിലപ്പള്ളി അച്ഛനും ഞാനും എൻ്റെ പെങ്ങളും അടങ്ങുന്ന ടീമിലെ പാട്ടുകാരനാണ് ചാൾസ് ബ്രദർ. ചാൾസ് ബ്രദറിൻ്റെ വായിൽ നിന്നുള്ള ആ അമ്മയുടെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരും മക്കളെ. അഭിഷേകം നിറയും. മാതാവിനെ സ്നേഹിക്കാത്തൊരു പാട്ടുകാരന് മാതാവിനെ കുറിച്ച് പാടാൻ പറ്റില്ല അഭിഷേകത്തോടെ. പറ്റുമോ? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അതരം സംസാരിക്കണം മക്കളെ. ഒന്ന് പാടിക്ക ചാൾസ്. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. നിങ്ങളുടെ ജപമാലയിൽ ഒന്ന് കൈവച്ച്, ജപമാലയൊന്ന് മുറുക്കെ പിടിച്ച് കണ്ണടച്ച മക്കളെ. ഈ ജപമാലയിൽ കൈവച്ചുകൊണ്ട് പിശാചിനെതിരെയുള്ള പ്രാർത്ഥനയുടെ ആയുധമായ ഈ കൊന്തയിൽ കൈവച്ചിട്ട് മക്കളെ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുപോകാനായിട്ട്. പരിശുദ്ധ അമ്മയോട് പറയും, അമ്മ നീ എൻ്റെ വീട്ടിൽ വായോ അമ്മ, കുറേ ദുരിതം അനുഭവിക്കുന്നുണ്ട്, ഞാൻ കുറേ സഹിക്കുന്നുണ്ട് അമ്മ, എനിക്ക് വയ്യ അമ്മ, ഞാനൊരു ഷുഗർ പേഷ്യൻ്റാ, ഞാനൊരു കിഡ്നി പേഷ്യൻ്റാ, എൻ്റെ ഭർത്താവിന് രോഗമാണ്, എൻ്റെ ഭാര്യ വേദനിക്കുന്നുണ്ട്, എൻ്റെ മക്കളൊരു നിലയിലെത്തിയിട്ടില്ല അമ്മ. കണ്ണുകൾ അടച്ച് ഈ നിമിഷം പരിശുദ്ധ അമ്മ ഇവിടെ ഉണ്ട് മക്കളെ, ഈശോയുണ്ട് ഇവിടെ. ആ ജപമാലയിൽ കൈവച്ച് കണ്ണടച്ച് ഒരിക്കൽ കൂടെ പാടട്ടെ ഈ പ്രാർത്ഥനയുടെ പാട്ട്. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. കണ്ണ് നിറയുന്നെങ്കിൽ നിറഞ്ഞ് പാടട്ടെ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. എനിക്ക് ഈശോ തന്നൊരമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്തുതി കൊടുത്ത് സ്വരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണ്, യേശുവിൻ്റെ അമ്മ എൻ്റെയും അമ്മയാണ്. കുരിശിൽ കിടന്ന് എൻ്റെ കർത്താവ് മരിക്കുന്ന സമയത്ത് എനിക്ക് നൽകിയ വലിയ സമ്മാനമാണ് എൻ്റെ പരിശുദ്ധ അമ്മ. എൻ്റെ അമ്മയാണ്. ഭൂമിയിൽ എന്നെ സ്നേഹിക്കുന്ന സ്വർഗത്തിൽ നിന്നും എനിക്ക് നൽകപ്പെട്ട പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മാതൃസ്നേഹം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ് കൂടി നിൽക്കുക. എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് 3 വർഷമായി.
ഞാൻ പ്രസംഗിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് കൈവപ്പ് വാങ്ങിയിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് ഞാൻ വരാറ്. ഇന്ന് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ധ്യാനം തുടങ്ങും മുമ്പ് ഞാൻ ഓർത്തു എൻ്റെ അമ്മ മരിച്ചു. പക്ഷെ ജീവിക്കുന്ന ഒരമ്മേനെ എനിക്ക് എൻ്റെ ഈശോ തന്നിട്ടുണ്ട്, പരിശുദ്ധ അമ്മ. ആ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ വീട്ടിൽ. ഹൃദയം തുറന്ന് ഞാൻ പറയട്ടെ, ഞാൻ ആ രൂപത്തിന് മുമ്പിൽ നിന്ന് കൈകൂപ്പി ശിരസ് നമിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് വിട്, എന്നെ ഒന്ന് അനുഗ്രഹിച്ച് വിട്, എനിക്ക് വചനം പ്രസംഗിക്കണം, ഒന്ന് അനുഗ്രഹിക്കാം അമ്മ എന്നെ. മക്കളെ, മക്കളുടെ എല്ലാ കുറ്റങ്ങളും ക്ഷമയോടെ സഹിക്കുന്ന ഒരമ്മ, ശരിയല്ലേ? എല്ലാ തെറ്റുകളും അമ്മയോട് പറയാം. മക്കൾ പട്ടിണി കിടക്കുമ്പോൾ അമ്മയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നമ്മളാവുന്ന അമ്മമാർക്ക് പറ്റുമോ? സ്നേഹമുള്ള അമ്മ. അമ്മ ഈശോ തന്നതല്ലേ, അമ്മേനെ എനിക്ക് എന്നെ കൂടെ അനുഗ്രഹിക്കും അമ്മ. എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം. നിങ്ങളും മാതാവിൻ്റെ മുമ്പിൽ ചെന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റു പറയണം, അമ്മ എന്നെ അനുഗ്രഹിക്കുക. അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ഭവനങ്ങളെ ബലവത്താക്കൂട്ടോ. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളാം, അമ്മ എന്നെ അനുഗ്രഹിക്കണം. പരിശുദ്ധ അമ്മയെ നിങ്ങൾ കൂട്ടുപിടിക്കണം. കൈകൂപ്പിക്ക്, കണ്ണടച്ച്, ശിരസ് നമിച്ച് പിടിച്ച്, മാതാവിനെ മനസ്സിലോർത്ത്. അമ്മയുടെ അനുഗ്രഹം മതി മക്കളെ നിങ്ങൾക്ക്. ഒരുപക്ഷെ നിങ്ങളുടെ മമ്മിയുടെ അനുഗ്രഹം കിട്ടിയില്ലേ നിങ്ങൾക്ക്? മരിച്ചു പോയോ? ജീവിച്ചിരിപ്പുണ്ടോ? രോഗിയാണോ? അമ്മ എന്നെ അനുഗ്രഹിക്കുക, അമ്മ എന്നെ അനുഗ്രഹിക്കുക അമ്മ. അമ്മയുടെ അനുഗ്രഹം കിട്ടിയാൽ മതി, എന്നെ പിശാച് തൊടില്ലമ്മ. സങ്കടത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. എൻ്റെ മക്കളെ ഒന്ന് അനുഗ്രഹിക്കമ്മ. എൻ്റെ ജീവിത പങ്കാളിനെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കമ്മ. എൻ്റെ വീട്ടിൽ നിന്ന് ദുശ്ശീലങ്ങൾ എടുത്തു മാറ്റ്. എൻ്റെ സങ്കടം ഒന്ന് മാറ്റമ്മ. പിശാച് ഇടയ്ക്കിടെ എന്നെ പാപത്തിൽ വീഴ്ത്തുക. നരകസർപ്പത്തിൻ്റെ തല നീ തകർക്കുന്ന പരിശുദ്ധ അമ്മ, എനിക്കെതിരെ വരുന്ന തിന്മയുടെ തല നീ തകർക്കണേ എന്ന് പ്രാർത്ഥിക്കേ. അമ്മയുടെ അനുഗ്രഹം നിറയട്ടെ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ തോരാത്ത കണ്ണീര് മാറട്ടെ. ഇന്ന് അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അടഞ്ഞ വഴികളെല്ലാം തുറക്കട്ടെ. ശരിയാ റബ്ബ റബ്ബ റബ്ബ. ഒന്ന് സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നില്ല. എത്ര നേരമായി നിൽക്കണം അല്ലേ? ദേഷ്യം തോന്നി എന്നോട്? അങ്ങോട്ട് ഇവിടെ ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക്. ഏതമ്മയുടെയാ? പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് ഇരിക്കാം.